പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നു മുതൽ കെം ടോക്ക് യൂട്യൂബ് ചാനലിൽ പുതിയ ഒരു പ്ലേ ലിസ്റ്റിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. +2 കെമിസ്ട്രി എക്സാം സ്പെഷ്യൽ ക്ലാസ് എന്നാണ് ഈ പ്ലേ ലിസ്റ്റിന് പേര് നൽകിയിരിക്കുന്നത്. അതായത് 2ാം വർഷ രസതന്ത്രത്തിൽ നിന്നും പൊതുപരീക്ഷകളിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഇനി വരാൻ സാധ്യതയുള്ള പ്രധാന പോയിന്റുകളും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകളാണ് ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒന്നാമത്തെ കാരണം, +1 കെമിസ്ട്രിയുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോകൾക്ക് ലഭിച്ച ആവേശകരമായ പ്രതികരണം. എന്തുകൊണ്ട് സെക്കൻഡ് ഇയർ കെമിസ്ട്രിക്കും ഇതുപോലെ വീഡിയോ തയ്യാറാക്കിക്കൂടാ എന്ന ചോദ്യം. രണ്ടാമത്തെ കാരണം, കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കേറെ ആശ്വാസമായിരുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. ഓൺലൈനിലൂടെ ലഭിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് റിവിഷനുകൾക്ക് ശേഷം പരീക്ഷ നടക്കാൻ പോവുകയാണ്. ആ പരീക്ഷ മാർച്ച് മാസം 17 ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മാർച്ച് മാസം 17 മാർച്ച് 30 ഇടയ്ക്ക് നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മുടെ മുന്നിൽ എന്താണുള്ളത്? നമ്മൾ ഓൺലൈനിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ആ കേട്ട ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതണമെങ്കിൽ കേട്ട പാഠഭാഗങ്ങളിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെന്ത്, അതിൻ്റെ ഉത്തരങ്ങളെന്ത് എന്നറിയാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ എല്ലാ പാഠഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കാനുള്ളൊരവസരം നമുക്ക് ലഭിക്കുന്നു. 12 വർഷങ്ങളിലായി അല്ലെങ്കിൽ 12 തവണകളായി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡിസ്കഷൻ പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും പാഠഭാഗങ്ങളെ മൊത്തം മനസ്സിലാക്കാനും അതിലെ പ്രധാന പോയിന്റുകൾ എന്ത് എന്ന് മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ട്. മൂന്നാമത്തെ കാരണം മറ്റൊന്നുമല്ല, ഈ വർഷത്തെ പരീക്ഷയ്ക്ക് കൂടുതൽ ചോയ്സുകൾ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ വരും എന്ന് പറയുന്നു. അങ്ങനെ വന്നാൽ ഒരു 10-12 വർഷക്കാലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയായാലും 100% മാർക്ക് വാങ്ങാനാവശ്യമായ ടോപ്പിക്കുകൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന അനുകൂല സാഹചര്യം. ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുകയും കേൾക്കുന്ന പോയിന്റുകൾ മലയാളത്തിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഇംഗ്ലീഷിലോ നിങ്ങൾ ഷോർട്ടായി എഴുതിയെടുത്ത് നന്നായി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരുങ്ങണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ ആദ്യ ടോപ്പിക്, അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ച 11 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഈ 11 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്താ കിട്ടുക? ഞാൻ പഠിച്ച ഈ 1ാം ചാപ്റ്ററിലെ പാഠഭാഗങ്ങളിലെ പ്രധാന പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഞാൻ മനസ്സിലാക്കണം എന്ന് അറിയാനും കൂടുതൽ ഗ്രഹിക്കാനും അതടിസ്ഥാനത്തിൽ പഠന ക്രമീകരണങ്ങൾ നടത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഇവിടെ വായിക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതോടൊപ്പം ഞാൻ അതിൻ്റെ മലയാളവും പറയും. മലയാളമാണോ ഇംഗ്ലീഷാണോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതിയെടുത്ത് എല്ലാം ഷോർട്ടാക്കി എഴുതി വെച്ച് പെട്ടെന്ന് നോക്കിയാൽ വീണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ വ്യക്തതയോടുകൂടെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എന്നാൽ തുടങ്ങല്ലേ? ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങളെ കയ്യിൽ പേനയും പുസ്തകമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്തിട്ട് ബുക്കും പേനയായിട്ട് വരിക. തുടങ്ങാം. ടീച്ചർ എക്സ്പ്ലെയിൻ ദി സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ഇൻ എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ച് ടീച്ചർ ഇങ്ങനെ വിശദീകരിക്കുകയാണ്.
നമുക്കറിയാം ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്റ്റൽ ലാറ്റീസിലെ പാർട്ടിക്കിൾസിൻ്റെ എന്താണ് ഡിസോർഡേർഡ് സ്റ്റേറ്റിനാണ് ഡിഫക്റ്റ് എന്ന് പറയാം. ഡീവിയേഷനാണ്. പാർട്ടിക്കിൾ നിൽക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഡീവിയേറ്റ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിഫക്റ്റ് എന്ന് പറയാം. ക്ലാസ്സിൽ ബെഞ്ചിലെല്ലാവരും ഇരിക്കണം. ബെഞ്ചിലെല്ലാവരും ഇരിക്കുന്നതിന് പകരം ഒരാൾ ഡെസ്കിൽ കയറിയിരുന്നാൽ അവിടെ ഒരു ഡിഫക്റ്റ് വന്നു ഇല്ലേ? അതേപോലെ പാർട്ടിക്കിൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറി ഡീവിയേറ്റ് ചെയ്ത് നിന്നാൽ, വ്യതിചലിച്ച് നിന്നാൽ അതിനാണ് ഡിഫക്റ്റ് എന്ന് പറയാം. ഈ ഡിഫക്റ്റ് പ്രധാനമായി 2 ഐറ്റം ഉണ്ട്. ഒന്നിൻ്റെ പേര് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നാണ്, മറ്റൊന്ന് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അപ്പോൾ എന്താണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്? അതറിയാലോ അല്ലേ? പഠിച്ചോ, മറന്നുപോയോ? സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഉണ്ടായതിന് ശേഷം ആ ക്രിസ്റ്റലിലെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും റേഷ്യോയിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല എങ്കിൽ അതിനാണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. ഡിഫക്റ്റിന് മുന്നേയും ശേഷവും ഒരേ റേഷ്യോ ആണ് അയോണുകൾക്കുള്ളതെങ്കിൽ അതിനാണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ അതൊന്നുമില്ലേ, ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയഗ്രാം ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ഇൻ ഷോട്ട്കി ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. എന്താണ് ഷോട്ട്കി ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? ഡയഗ്രാം ഉപയോഗിച്ച് പറയുക. ആദ്യം നമുക്ക് ഡയഗ്രത്തിലേക്ക് നോക്കാം. നോക്കുക, സ്ക്രീനിൽ കണ്ടില്ലേ 2 ഡയഗ്രാം. എന്നിട്ട് നമുക്ക് ആ ഡിഫറൻസ് സെൻറ്റൻസിൽ പറയാം. നോക്കി ആ ചിത്രം നോക്കൂ നിങ്ങൾ. അതിൽ A+ എന്ന് പറയുന്ന ആളും B- എന്ന് പറയുന്ന 2 അയോണുകളുണ്ട്. ആനയോണും ഉണ്ട്, കാറ്റയോണും ഉണ്ട്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അതിൽ നോക്കൂ, അവിടെ 2 യെല്ലോ കളേർഡ് പോയിൻ്റ് കണ്ടോ? അവിടെ ആരാ പോയത്? അതിൽ ആദ്യത്തെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് പോയത് ആരാണെന്ന് മനസ്സിലാക്കി? A+ ആണ് പോയത്, അതായത് കാറ്റയോൺ ആണ് പോയത്. ഇനി രണ്ടാമത്തെ യെല്ലോ കളേർഡ് പോയിൻ്റ് നിന്ന് ആരാ പോയത്? B- ആണ് പോയത്. എങ്ങനെ മനസ്സിലായി? A+ൻ്റെ ഇടക്ക് ഉണ്ടാവുക B- ആണ്, B-ൻ്റെ ഇടക്ക് A+ഉം ആണ് ഉണ്ടാവുക. റെഡി. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആനയോണും കാറ്റയോണും പോയിട്ടുണ്ട്. ആ സീറ്റിലുള്ള ആൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വാക്കൻ്റ് സൈറ്റ് മാത്രമാണുള്ളത്. ആരാ പോയത്? ആനയോണും കാറ്റയോണും. ഇങ്ങനെ തുല്യ എണ്ണം ആനയോണും കാറ്റയോണും ഇറങ്ങിപ്പോയി ഉണ്ടാകുന്ന ഡിഫക്റ്റിന് പറയുന്ന പേരാണ് ഷോട്ട്കി ഡിഫക്റ്റ്. ഇംഗ്ലീഷിലെ നോക്കൂ, അറൈസിങ് ഡ്യൂ ടു ദി മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ ഫ്രം ദി ലാറ്റിസ് സൈറ്റ്. റെഡി. എന്നാൽ ഫ്രങ്കൽ ഡിഫക്റ്റ് നോക്കൂ, എന്താണ് അവിടെ സംഭവിച്ചത്? B- ഇടക്കുള്ള ഒരു യെല്ലോ പോയിൻ്റ് നോക്കൂ. ആ യെല്ലോ പോയിൻ്റിൽ നിന്ന് പോയതാരാ? A+ ആണ് പോയത്. പക്ഷേ A+ പോയി പുറത്തേക്ക് പോയിട്ടില്ല. കണ്ടോ? അതിൻ്റെ ആ ഗ്യാപ്പിൽ തന്നെ, ആ പാർട്ടിക്കിളിൻ്റെ ഇടക്കുള്ള ഗ്യാപ്പിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബെഞ്ചിൽ നിന്ന് ഡെസ്കിലേക്ക് കയറിയിരുന്ന മാതിരിയാണ്. ഒന്ന് കയറിയിരുന്നു, അതിൻ്റെ ഫലമായി ഡീവിയേഷൻ ഉണ്ടായി. ദാറ്റ് ഇസ് ഡിഫക്റ്റ്. ഇങ്ങനെയുള്ള ഡിഫക്റ്റിന് പറയുന്ന പേരാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇംഗ്ലീഷിൽ നോക്കൂ, അറൈസിങ് ഡ്യൂ ടു ദി മിസ്പ്ലേസിങ് ഓഫ് എ കാറ്റയോൺ. മിസ്പ്ലേസിങ്, പ്ലേസിങ് എന്ന സ്ഥാനമാണ്. മിസ്പ്ലേസിങ്, സ്ഥാനം തെറ്റി വരിക. ആര്? കാറ്റയോൺ. ഫ്രം ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റിൽ നിന്ന് അതിൻ്റെ സ്ഥാനം മാറി നിൽക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിഫക്റ്റിനാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. ക്ലിയർ? ഇപ്പോൾ ചിത്രത്തിൽ തന്നെ വ്യക്തമായി അല്ലേ? ഇനി നോക്കൂ, അതിൽ രണ്ടാമത്തെ പോയിൻ്റ്, ഷോട്ട്കി ഡിഫക്റ്റിൽ ഡെൻസിറ്റി ഡിക്രീസസ്, സാന്ദ്രത കുറയും. എന്താ കാരണം എന്നറിയോ? ഷോട്ട്കി ഡിഫക്റ്റിൽ പാർട്ടിക്കിളൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാസ് കുറയും, അതിൻ്റെ ഉള്ളിൽ വാക്കൻ്റ് സ്പേസ് വരും. വാക്കൻ്റ് സ്പേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെൻസിറ്റി കുറയും. എന്നാൽ ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റി കുറയില്ല. കാരണം അവിടുന്ന് പോയ ആൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് എന്തിൽ വ്യത്യാസം ഉണ്ടാവില്ല? മാസിൽ വ്യത്യാസം ഉണ്ടാവില്ല, വോള്യത്തിലും വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഡെൻസിറ്റിയിൽ നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, മൂന്നാമത്തത്,
ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത് അയോണിക് ക്രിസ്റ്റലാണ്. അതിൻ്റെ പ്രത്യേകത ആനയോണും കാറ്റയോണും തമ്മിൽ സിമിലർ സൈസായിരിക്കണം. ആനയോണും കാറ്റയോണും ഏകദേശം ഒരേ വലിപ്പമുണ്ടെങ്കിൽ അവരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. എന്നാൽ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത് ആനയോണും കാറ്റയോണും തമ്മിൽ വലിയ വ്യത്യാസമാണ്. കാറ്റയോൺ ചെറുതും ആനയോൺ വലിയ സൈസുള്ള ആളാണെങ്കിൽ അങ്ങനത്തെ ക്രിസ്റ്റലിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. ഈ രണ്ട് ഡിഫക്റ്റും ഒന്നിച്ച് കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്റ്റലുണ്ട്. ആ ക്രിസ്റ്റലിൻ്റെ പേര് ഞാൻ പറയാം. AgBr ആണ്. ഓർത്തിരിക്കണം, സിൽവർ ബ്രോമൈഡാണ് രണ്ട് ഡിഫക്റ്റും കാണിക്കുന്ന ക്രിസ്റ്റൽ. ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും, ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കും. ബാക്കി നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അതിൽ ബി, വാട്ട് ആർ ദ കോൺസിക്വൻസസ്? എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ടാണ്. എന്താണ് ഈ ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെയും ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെയും പ്രത്യാഘാതങ്ങൾ? നോക്കൂ, ഷോർട്ട് കീ ഡിഫക്റ്റ് ഡിക്രീസസ് ഡെൻസിറ്റി ഓഫ് ദി സോളിഡ്. സോളിഡിൻ്റെ ഡെൻസിറ്റി കുറക്കും. പക്ഷേ ഫ്രങ്കൽ ഡിഫക്റ്റ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി, മറിച്ച് എന്താ സംഭവിക്കുക എന്നറിയോ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. കാര്യം നോക്കൂ, ആ വേക്കൻറ്റ് സ്പേസിലേക്ക് A+ മാറി നിന്നപ്പോൾ അയാൾക്ക് ഇങ്ങനെ ആ ഗ്യാപ്പിലൂടെ ആ നെറ്റിൽ നിന്ന് വേറെ നെറ്റിക്ക് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകാം. കണ്ടോ? അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടും. ആർക്ക്? ഫ്രങ്കൽ ഡിഫക്റ്റ് ഉള്ള ക്രിസ്റ്റലിന്. ഷോർട്ട് കീ ഡിഫക്റ്റ് ഉള്ള ആൾക്ക് ഡെൻസിറ്റി കുറയുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കോൺസിക്വൻസസ്. എങ്ങനെയുണ്ട്? അടുത്ത പോയിന്റിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽ ഫ്രം ഇറ്റ്സ് സ്ട്രക്ചർ. എൻ്റെ ഘടനയിൽ നിന്ന് ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതുക. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഡെൻസിറ്റി ഈക്വൽ ടു Zm/Na⁴. പറഞ്ഞു നോക്കിയേ, എൻ്റെ കൂടെ പറഞ്ഞു നോക്കിയേ. ഡെൻസിറ്റി ഈക്വൽ ടു Zm/Na⁴. ക്ലിയർ? വാട്ട് ഈസ് D? ഡെൻസിറ്റി. വാട്ട് ഈസ് Z? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് സെൽ. വാട്ട് ഈസ് M? അറ്റോമിക് മാസ് ഓർ ഫോർമുല മാസ്. Na അവോഗാഡ്രോ നമ്പർ. A എഡ്ജ് ലെങ്ത്, വശങ്ങളുടെ ദൂരം. റെഡി? അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കുക. ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി ഡെൻസിറ്റി ഓഫ് PbS ക്രിസ്റ്റൽ. PbS ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്താണ് FCC. FCC ആണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബ് എന്നാണ്. ക്ലിയർ? ആ ക്രിസ്റ്റലിൻ്റെ എന്ത് കാണണം? ഡെൻസിറ്റി കാണണം. ഇഫ് ദി എഡ്ജ് ലെങ്ത് ഓഫ് ഇറ്റ്സ് യൂണിറ്റ് സെൽ ഈസ് 500 പൈക്കോമീറ്റർ. റെഡി? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവോഗാഡ്രോ നമ്പർ, ദറ്റ് ഈസ് Na 6.022 × 10⁻23. അറ്റോമിക് മാസ് ഓഫ് Pb 207.2. സൾഫർ ദറ്റ് ഈസ് ഈക്വൽ ടു 32. ക്ലിയർ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ക്രിസ്റ്റൽ PbS ആണ്, ലെഡ് സൾഫൈഡാണ്. ഇതൊരു എലമെൻ്റ് അല്ല. എലമെൻ്റ് ആണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ആ ആറ്റത്തിൻ്റെ മാസ് മാത്രം മതി. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു കോമ്പൗണ്ടാണ്, PbS ആണ്. അപ്പോൾ നമുക്ക് ഫോർമുല മാസ് എടുക്കണം. Pbയുടെ മാസ് തന്നിട്ടുണ്ട് 207.2, സൾഫറിൻ്റെ മാസ് 32. അപ്പോൾ PbSൻ്റെ ഫോർമുല മാസ് എത്ര? 239.2. ദാറ്റ് ഈസ് M, ക്യാപിറ്റൽ M, ഫോർമുല മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. റെഡി? പിന്നെ ഇതിലെ പാർട്ടിക്കിളിൻ്റെ എണ്ണം Z എത്ര? 4. എന്താ കാരണം? FCC ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം 4 ആയിരിക്കും. BCC ആണെങ്കിലോ 2 ആയിരിക്കും. സിമ്പിൾ ക്യൂബ് ആണെങ്കിലോ 1 ആയിരിക്കും. ഓർത്തിരിക്കണേ. ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇല്ല, ഡെൻസിറ്റി തന്നിട്ടില്ല. ഡെൻസിറ്റിയെ കാണേണ്ടത് അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഈക്വൽ ടു Zm/Na⁴. അതിൽ കൊടുക്കുക Z 4, M 239.2, അവോഗാഡ്രോ നമ്പർ ഇൻറ്റു എഡ്ജ് ലെങ്ത് എത്രയാണ് തന്നത്? 500 പൈക്കോമീറ്റർ. പൈക്കോ എന്ന് പറഞ്ഞാൽ എത്ര? 10⁻⁻12 ആണ്. 10⁻⁻12 മീറ്ററിനാണ് പൈക്കോമീറ്റർ എന്ന് പറയാം.
അപ്പോൾ ഇവിടെ 500 × 10⁻⁻12 മീറ്റർ. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ക്രീനിൽ നോക്കിയിട്ട് മാഷ് പറഞ്ഞത് തെറ്റാണല്ലോ. 500 × 10⁻10 സെൻറ്റിമീറ്റർ എന്നല്ലേ ആണ്. 10⁻10 സെൻറ്റിമീറ്റർ എന്നാണ്. 10⁻12 മീറ്റർ ആണെങ്കിൽ അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ സെൻറ്റിമീറ്റർക്കാവും. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചാൽ 10⁻12 × 100 പറഞ്ഞാൽ 10⁻10. ക്ലിയർ? അപ്പോൾ പ്രശ്നമില്ല അല്ലേ? ഇനി എന്ത് ചെയ്തു? 500 എന്നുള്ളതിലുള്ള ആ 2 പൂജ്യം ഉണ്ടല്ലോ, ആ സ്ഥാനം ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ 5 എന്നായി. 5 മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു 100 അല്ലേ? 2 0 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 വരുമ്പോൾ -10ൽ നിന്ന് ഒരു 2 കുറയും. അപ്പോൾ ദാറ്റ് ഈസ് -8. ആ വാല്യൂ വെച്ച് ചെയ്തു. ആൻസർ കിട്ടി 12.71 gram per cubic centimeter. ഇതിപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ നല്ല സുഖമാണ്, പറഞ്ഞതൊക്കെ മനസ്സിലാക്കാനും നല്ല സുഖമാണ്. അതുകൊണ്ട് കാര്യമില്ല മക്കളെ. നിങ്ങളൊരു പേപ്പറിൽ എഴുതി നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് അവനാൻ്റെ കയ്യിലുള്ള കാൽക്കുലേറ്റർ വെച്ചിട്ടൊന്ന് ചെയ്തിട്ട് ഈ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടണില്ലെങ്കിൽ പരീക്ഷയ്ക്കും ഇതേപോലെ കിട്ടൂല. അപ്പോൾ അതിനുള്ള പരിശീലനം നേടണം. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്തു നോക്കണേ. ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കാത്തിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫക്ട്സ് ആർ ഫൗണ്ട് ഈവൻ ക്രിസ്റ്റൽസ് പ്രിപ്പയർഡ് വെരി കെയർഫുള്ളി. വളരെ ശ്രദ്ധയോടെ നിർമ്മിച്ച ക്രിസ്റ്റലിൽ പോലും ഡിഫക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. വിച്ച് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് കോസസ് ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് സോളിഡ്. സോളിഡിൻ്റെ ഡെൻസിറ്റി കുറക്കാൻ കാരണമാകുന്ന സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഏത്? പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റിന് വേറെ പേരുണ്ട്, വാക്കൻസി ഡിഫക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ NaCl. വൈ? NaCl ഫ്രങ്കൽ ഡിഫക്റ്റ് കാണുന്നില്ല. ഇതിനൊരു ഉത്തരം പറയുമ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് അല്ലേ, ഒരു 2-3 മിനിറ്റ് മുന്നേ പഠിച്ചതല്ലേ. എന്താ NaCl ഇത് കാണാത്തതെന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ട, ഏത് ക്രിസ്റ്റലിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കണമെങ്കിലുള്ള കണ്ടീഷൻ കാറ്റയോണും ആനയോണും തമ്മിൽ സൈസിൽ വലിയ വ്യത്യാസം വേണം, വലിപ്പത്തിൽ വലിയ വ്യത്യാസം വേണം. അപ്പോൾ സോഡിയം ക്ലോറൈഡിൽ കാണിക്കണില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോഡിയത്തിൻ്റെ അയോണും ക്ലോറിൻ്റെ അയോണും തമ്മിലുള്ള സൈസ് ഏകദേശം ഒരുപോലെയാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഫ്രങ്കൽ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സോളിഡ് ഇൻ വിച്ച് ദർ ഈസ് എ ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ദി കാറ്റയോൺ ആൻഡ് ആനയോൺ. But in the case of NaCl, the sizes of cation is almost similar to the size of anion. So it does not show Frankel defect. Clear? അടുത്ത ക്വസ്റ്റ്യൻ. C. KCl crystal is colorless. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റല് കളറില്ല. But on heating in an atmosphere of potassium vapor, പൊട്ടാസ്യം ബാഷ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് KCl ചൂടാക്കുമ്പോൾ അതിന് വയലറ്റ് കളർ ലഭിക്കുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എഫ് സെൻറ്റർ. എഫ് സെൻറ്റർ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഒറ്റ ഉത്തരം ആണ് പഠിച്ചേക്കണേ. ഇതേപോലെ സോഡിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ കളർ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? എഫ് സെൻറ്റർ ഉണ്ടാകുന്നത് കൊണ്ട്. എഫ് സെൻറ്റർ ഉണ്ടാകുന്നത് കൊണ്ട്. ലിഥിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ കളർ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? എഫ് സെൻറ്റർ ഉണ്ടാകുന്നത് കൊണ്ട്. വാട്ട് ഈസ് എഫ് സെൻറ്റർ? ആനയോൺ പോയ സ്ഥലത്ത് ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാനത്തിന് പറയുന്ന പേരാണ് എഫ് സെൻറ്റർ. ഒന്നുകൂടെ പറയാം. ആനയോൺ നിന്ന സ്ഥലത്ത് ഒരു ഇലക്ട്രോൺ കയറി നിന്നാൽ ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് എഫ് സെൻറ്റർ. ആനയോൺ വാക്കൻസി occupied by electron is called എഫ് സെൻറ്റർ. ക്ലിയർ? 3 ക്വസ്റ്റ്യനായി. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചാലോ? ഞാൻ 11 ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. തുറന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. ഇന്നൊരു തുടക്കം എന്നുള്ള നിലക്ക് ജസ്റ്റ് ഇത്ര മതി. പ്രിയപ്പെട്ട മക്കളെ, ഈ കേട്ട കാര്യങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ, ഇംഗ്ലീഷിൽ എഴുതാൻ സ്ക്രീനിൽ കൃത്യമായിട്ടുണ്ട്. മലയാളത്തിലാണ് വേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയെടുക്കുക, എന്നിട്ട് തയ്യാറാവുക. തീർച്ചയായും 2-3 മാസം നമ്മൾ മുന്നിലുള്ളത് അല്ലേ?
ജനുവരി, ഫെബ്രുവരി ഈ 2 മാസമുള്ള. അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽ നടക്കണം. നമ്മൾ ഓൺലൈനിലൂടെ കേട്ട പാഠഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷ നടക്കാനുണ്ട്. ഇതൊക്കെ നടക്കും. ഡോണ്ട് വറി. വളരെ സിമ്പിളായൊരു പരീക്ഷയ്ക്കാണ് നമുക്ക് നേതൃത്വം നൽകാനുള്ളത്. അതിനിങ്ങനെ ഒരു പാഠഭാഗങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്താൽ 100% മാർക്ക് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുകയാണ്. തീർച്ചയായും ലഭിക്കും. അങ്ങനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വൈകാതെ തന്നെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.